കൂട്ടുകാരനെ ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് അതും സർപ്രൈസ് ആയിട്ട് അവൻ വിളിച്ചപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങി. ജർമ്മനിയിൽ നിന്ന് വന്നില്ല, പായന്നെ കനത്തിൽ വല്ല ഉള്ളിക്ക് പൊക്കോട്ടെ നമ്മൾ അവിടുത്തെ ഒരു കട കയറി. ഉള്ളിൽ ഏറ്റവും കൂടിയ സാധനം തന്നെ പറഞ്ഞിട്ടോ, കാരണം അവനാണല്ലോ പൈസ കൊടുക്കുന്നത്, നമുക്കൊരു ചെലവില്ലല്ലോ. സംഭവം കൊള്ളാം, കിടിലൻ ടേസ്റ്റ് എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറയാം അത് ഓസിക്ക് കഴിക്കണ കാരണം കൊണ്ടായിരിക്കുന്നു. ഇവനൊക്കെ ഞാൻ പണ്ട് ബംഗാളിയുടെ കടയിൽ മുടി വെട്ടിക്കൊണ്ടിരുന്ന ചെക്കനാണ്. അപ്പൊ ജർമ്മനി പോയി വന്നേ പിന്നെ ഇങ്ങനത്തെ കടകളിലൊക്കെ കയറുന്നു, കുന്തളിപ്പ്. അങ്ങനെ അവൻ പറഞ്ഞ പോലെ തന്നെ ആ കടയിൽ അങ്ങോട്ട് കയറിയിട്ട് ഇവിടെ മുടി വെട്ടണേക്കാട്ടും മുന്നേ മുടിയൊക്കെ ഇങ്ങനെ കഴുകിയിട്ട മുടിയൊക്കെ വെട്ടാം. അങ്ങനെ ചെക്കൻ മുടി വെട്ടാനിരുന്നു. നമ്മളവിടെ പോസ്റ്റ് ആയതുകൊണ്ട് ചുമ്മാ മിററിലേക്ക് പട്ടി ഷോ കാണിക്കട്ടെ, വെറും പട്ടി ഷോ. ആരും ഇതേത് എന്തെന്നൊന്നും കമന്റ് ബോക്സിൽ എടുത്തിട്ടാ. സംഭവം കൊള്ളാം, ലുക്കായിട്ട് ഞാൻ അവന്റെ ഭാഗത്തേക്ക് ക്യാമറ തിരിച്ചു പോയി. കൂട്ടിനെസ് നമ്മളവിടെ നോക്കി പോയി 2 ലംബോർഗിനി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ അങ്ങോട്ട് പോയി. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. പക്ഷെ കയറിയിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മുതുക്കനായതുകൊണ്ട് സംഭവം ഒടിഞ്ഞു പോയാലോ. അവിടെ വന്നിരുന്നപ്പോൾ ഒരു ചേച്ചി അരമണിക്കൂറായിട്ട് കാർ പാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അത് തീർന്നിട്ടില്ലേ. അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊടുത്ത വീട്ടുകാർക്കൊന്നും കൊടുത്തില്ല എന്ന് വേണ്ട. എന്ത് പാവം ചെക്ക, ഇതെന്തൊരു കൂട്ടിനെസ്. ജർമ്മനിയിൽ നിന്ന് കൂട്ടുകാരന്മാർ വന്നാൽ നമുക്കാട്ട ലാഭം. അപ്പൊ ശരിട്ടാ.